Today we are discussing questions on mock test 9. I am Karthik. Now first question, in the given diagram ഇതൊരു ലാർജ് ലൂപ്പ് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ, അതിൽ കറണ്ട് ഐ ഈസ് ഫ്ലോയിങ്. അപ്പോൾ അതിൻ്റെ പക്കത്തിലേക്ക് ഒരു ചിന്ന ലൂപ്പ് ഓഫ് സ്മോൾ റേഡിയസ് ആർ ഈസ് കമ്മിങ് ടുവേർഡ്സ് വിത്ത് എ വെലോസിറ്റി വി. അപ്പോൾ ഇതിൽ ഫ്ലക്സ് ചേഞ്ച് ആയിട്ടായിരിക്കും, ബിക്കോസ് ഇത് ഒരു ഡൈപോളാണ്. ഈ ഡൈപോളിൻ്റെ ആക്സിയൽ ഫീൽഡ് വരും, ആ ആക്സിയൽ ഫീൽഡ് ഇതിനകത്തൊരു ഫ്ലക്സ് ക്രിയേറ്റ് പണ്ണും. ഈ ലൂപ്പിൻ്റെ പക്കത്തിലേക്ക് വരുമ്പോൾ ഇതിലെ ഫ്ലക്സ് ഇൻക്രീസ് ആയിട്ട് വരും. ദെർഫോർ ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഈസ് ഓൾവേസ്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ഈ രണ്ട് ലൂപ്പുകളും ബിറ്റ്വീനുള്ള ഡിസ്റ്റൻസ് എക്സ് ആകുമ്പോൾ എക്സിൻ്റെ എന്താ വാല്യൂവിന് ഇതിലെ EMF മാക്സിമം ആകും? അറ്റ് വാട്ട് വാല്യൂ ഓഫ് എക്സ് ദ EMF വിൽ ബി മാക്സിമം? ഇതിപ്പടി ഇതിൻ്റെ സൈഡിലേക്ക് വന്നിട്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ഫ്ലക്സ് ഇൻക്രീസ് ആയിട്ട് വരും. അത് ഏതോ ഒരു പോയിന്റിൽ വരുമ്പോൾ മാക്സിമം ഫ്ലക്സ് വരും, മാക്സിമം EMF വരും. ആ EMF വരുന്ന പോലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ தான் കേട്ടിരിക്കും. therefore let us see, இந்த രണ്ട് ലൂപ്പുകൾ റീഡ്രോ பண்ணியிருக்கு. അപ്പോൾ അതിനകത്ത് ഇതിലെ ഫ്ലക്സ് சொல்லுന്നത് ഇതിൻ്റെ ഏരിയ പൈ ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ, ഇതിൻ്റെ ബി മീൻസ് இந்த பெரிய ലൂപ്പ് പ്രൊവൈഡ് பண்ணுന്ന ബി. പെരിയ ലൂപ്പിൻ്റെ ആക്സിയൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ വി ഓൾറെഡി സ്റ്റഡീഡ്. ദിസ് ഇക്വേഷൻ യു ആർ ഓൾറെഡി ഫെമിലിയർ. അപ്പോൾ ഇനി ഈ ഫ്ലക്സിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് கிடைக்கும்? EMF கிடைக்கும். അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ പൈ ആർ സ്ക്വയർ മ്യൂ എല്ലാമേ നമുക്ക് ഈസി ആയിട്ട് കട്ട് பண்ணാം. ഇത് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ പവർ 3/2 അതിൻ്റെ ഡെറിവേറ്റീവാണ് എഴുതിയിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു ടൈം தான் ഡെറിവേറ്റ് பண்ணது. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും, എക്സിൻ്റെ ഡെറിവേറ്റീവ് dx/dt. இந்த dx/dt சொல்லுന്നത് വെലോസിറ്റിയാണ്. അപ്പോൾ ആ dx/dtക്ക് ബദലായിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വി എഴുതിയിരിക്കുന്നത്. അപ്പോൾ இந்த ടേം എല്ലാം പാറ്, ഈ ടേം എല്ലാമേ കോൺസ്റ്റൻ്റ് ആണ്. ഇതിനകത്ത് വേരിയബിൾ ഏതാണ്? എക്സ് സ്ക്വയർ മട്ടും അല്ലെങ്കിൽ എക്സ് മട്ടും. therefore EMF is equal to some constant into x square plus r square all raised to 5/2 into x എന്ന ഫോമിൽ എഴുതാൻ முடியும். ഓക്കെ, ഇനി ഒരു പർട്ടിക്കുലർ എക്സിന് ഈ EMF മാക്സിമം ആകും. അപ്പോൾ ആ d/dx മാക്സിമത്തിൻ്റെ കണ്ടീഷൻ എന്താണ്? d/dx ഷുഡ് ബി 0. വൺസ് അഗെയിൻ യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഈ എക്സ്പ്രഷൻ. അപ്പോൾ കെ അപ്പടിയെ വെളിയെ വരും. ഇതിന് ഈസി ആയിട്ട് ഡിഫറൻഷിയേറ്റ് பண்ணാം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, ഇതിൻ്റെ പ്രോഡക്റ്റ് റൂൾ தான் യൂസ് பண்ணிയിരിക്കും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഈക്വൽ ടു 0. അത് അറേഞ്ച് பண்ணும்போது യു ആർ ഗെറ്റിംഗ് 5x² + x² + r² equal to r square, and 4x² equal to r square, and x equal to r/2. once again listen to the steps. simple steps of பெரிய ஸ்டெப்பாയിട്ട് ஃபீல் பண்ணுவோங்களோ அது சின்ன சின்ன ஸ்டெப்பு தான். ഡിഫറൻസിയേഷൻ്റെ സ്റ്റെപ്പ് കറക്റ്റ് എഴുതിയാൽ പോതും. പിന്നെ 0 കിക്കേറ്റ് பண்ணுമ്പോൾ ആ നെഗറ്റീവ് ടേം ഉള്ളത് ഒരു സൈഡിൽ വരും. സിമ്പിൾ കാൽക്കുലേഷനാണ്. ഓക്കെ വാ, എക്സ് ഈക്വൽ ടു r/2. നോ ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3ൽ ഇത് PV ഡയഗ്രത്തിൻ്റെ ഏരിയ தான் വർക്ക് വരും. ബട്ട് ഇവിടെ പണിയിരിക്കുന്നത് VP ഡയഗ്രമാണ്. ദെർഫോർ യു ഹാവ് ടു ടേക്ക് ദ ഏരിയ അണ്ടർ ദിസ് വി ആക്സിസിൽ ഏരിയ தான் എടുക്കണം. അപ്പോൾ ഈ പോയിൻ്റ് ഇത് എന്ന് പറയുമ്പോൾ എന്താണ്? വോളിയം കമ്മിയാകുന്നതാണ്. ഇത് 2V0 എന്ന് V0 വരുന്നത്. ഇതിപ്പോൾ എന്താണ്? കംപ്രഷനാണ്. ഈ ഹാഫ് സൈക്കിൾ എന്താണ്? എക്സ്പാൻഷനാണ്. അപ്പോൾ ഈ കംപ്രഷൻ്റെ ഏരിയയാണ് അധികം. ദെർഫോർ ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്. മോറോവർ ഇത് സർക്കിളാണ്. ഇതിൻ്റെ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ് എടുക്കുമ്പോൾ പൈ ആർ സ്ക്വയർ. അപ്പോൾ റേഡിയസ് എടുക്കുമ്പോൾ നമുക്ക് ഈ പ്രഷർ വെച്ചിട്ടും എടുக்கலாம். ഇത് ഒരു ഡയമീറ്റർ ആണ്. ഇത് വോളിയം വെച്ചിട്ട് എടുക്കാം. ഇത് ഒരു ഡയമീറ്ററാണ്. ബട്ട് ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് ഒരു റേഡിയസ് ഫ്രം പൈ ആർ സ്ക്വയറിൽ ഒരു റേഡിയസ് വോളിയം വെച്ചിട്ട് എടുക്കണം, ഒരു റേഡിയസ് പ്രഷർ വെച്ചിട്ട് എടുക്കണം. ദെർഫോർ ലിസൺ ഡയഗ്രാം. இந்த ADB എന്ന് சொல்லுന്നത് 2V0 എന്ന് V0 വരെ വരുന്നത് അത് കംപ്രഷനാണ്. ബിക്കോസ് വോളിയം ചിന്നതാകുന്നത് ADB ഹാഫ് സൈക്കിൾ. അപ്പോൾ അതിൻ്റെ ഏരിയ അണ്ടർ ദ കർവ് ഈസ് മോർ. അതേമാതിരി BCA കർവിൻ്റെ ഏരിയ അണ്ടർ ദ കർവ് ചിന്നതാണ്, അത് എക്സ്പാൻഷനാണ്. അപ്പം ഏരിയ ഓഫ് കംപ്രഷൻ ഈസ് മോർ. ദെർഫോർ ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്. ആൻഡ് ഏരിയ പൈ ആർ സ്ക്വയർ എഴുതും. ബട്ട് പൈ ആർ സ്ക്വയർ എഴുതുമ്പോൾ ഈ 2V0 - V0, അതായത് V0 ഇസ് ഡയമീറ്റർ. അപ്പോൾ V0/2 അത് റേഡിയസ്. അതേമാതിരി 3P0 - P0 അത് റേഡിയസ് അല്ല ഡയമീറ്റർ /2. ബട്ട് രണ്ട് ആക്സിസ് നിന്നും റേഡിയസ് എടുക്കണം, അല്ലാതെ ഒരു ആക്സിസ് എടുത്താൽ അത് ഡയമെൻഷനലി കറക്റ്റ് ആകാതെ. ദെർഫോർ റിമെമ്പർ അബൌട്ട് ഡയമെൻഷൻ. இந்த மாதிரி സർക്കുലാർ ഏരിയ വരുമ്പോൾ അപ്പോൾ ടോട്ടൽ വർക്ക് ഡൗൺ വിൽ ബി നെഗറ്റീവ്. ഇനി இந்த ബോൾ വന്ന് വെർട്ടിക്കൽ വോളിൽ സ്ട്രൈക്ക് ആകുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുക. അതിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദ വോൾ ഈസ് 2mv cos θ, വേർ θ ഈസ് ദ ആംഗിൾ വിത്ത് ഹൊറിസോണ്ടലാണ്. ഇവിടെ ആംഗിൾ വിത്ത് വെർട്ടിക്കലാണ് തന്നിരിക്കുന്നത്. ആംഗിൾ വിത്ത്
ഹൊറിസോണ്ടൽ ആണ് കണ്ടുപിടിക്കണം. ദെയർഫോർ ഇപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതിൽ ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ തീറ്റ ആയിട്ട് എടുത്താൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് 2mv cos തീറ്റ. ഇവിടെ തീറ്റ ഏത് വരും? 60, 90 - 30. വെർട്ടിക്കലുമായിട്ടുള്ള ഈ ആംഗിൾ தான் 30. അപ്പോൾ 90 - 30 എടുക്കുമ്പോൾ 60 വരും. അപ്പോൾ cos 60 1/2. ദെയർഫോർ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം mv താൻ വരും. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം ആണ് ഫോഴ്സ്. യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇറ്റ് വിൽ ഗെറ്റ് 500 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7, യൂണിഫോംലി ആക്സിലറേറ്റഡ് സർക്കുലാർ മോഷൻ ആണ്. ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ബിക്കോസ് ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഈസ് 0. അപ്പോൾ അതിൽ ഫസ്റ്റ് 3 സെക്കൻഡിൽ ട്രാവൽ പണ്ണുന്ന ദൂരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് θ1. നെക്സ്റ്റ് 3 സെക്കൻഡിൽ ട്രാവൽ പണ്ണുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് θ2. അതിൻ്റെ റേഷ്യോ താൻ കേട്ടിരിക്കുക. നമ്മളതൊരു പ്രോപ്പർട്ടി പഠിച്ചിരിക്കുക, ഗലീലിയോസ് റേഷ്യോ. അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയാലും സർക്കുലാർ മോഷൻ ആയാലും ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ട്രാവൽ പണ്ണുന്ന റേഷ്യോസ് എപ്പോഴും ഓഡ് നമ്പർ റേഷ്യോയിലായിരിക്കും. ഈ കാരണം അതിൻ്റെ കണ്ടീഷൻ, ഈ റിലേഷൻ അപ്ലൈ பண்ணுമ്പോഴുള്ള കണ്ടീഷൻ യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കണം, വെദർ ഇറ്റ് ഈസ് ലീനിയർ ഓർ ആംഗുലാർ. ഇനിഷ്യൽ വെലോസിറ്റി 0, ഫസ്റ്റിൽ നിന്ന് ആരംഭിക്കണം. ദെൻ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം വിൽ ബി 1:3:5:7:9:11 அந்த மாதிரியே പോകും. ഇതിൽ ആദ്യത്തെ 2 ഇൻ്റർവെൽ 3 ഇൻ്റർവെൽ ആയതുകൊണ്ട് 1:3 അല്ലെങ്കിൽ 3:1. ഇവിടെ θ2/θ1, therefore it is 3:1 വരും. ദാറ്റ് ഈസ് ആൻസർ ഈസ് 3. அப்படியும் பண்ணலாம்.